നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വെള്ളിയാങ്കല്ല് തടയണയുടെ സംരക്ഷണ ഭിത്തിയുടെ കൂടുതൽ ഭാഗങ്ങൾ പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. ഇതോടെ വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരം പുഴവക്കിടിയൽ ഭീതിയിലായി. ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന് സമീപമുള്ള തകർന്ന സംരക്ഷണ ഭിത്തിയുടെ കൂടുതൽ ഭാഗങ്ങൾ വീണ്ടും പുഴയെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പുഴ കരകവിഞ്ഞതോടെയാണ് കൂടുതൽ കരഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത്. ഇതോടെ യജ്ഞേശ്വരം ക്ഷേത്രത്തോട് ചേർന്നുള്ള പുഴയോരം കൂടുതൽ കരയിടിച്ചിൽ ഭീഷണിയിലായി. വെള്ളിയാങ്കല്ല് പദ്ധതിയുടെ ഷട്ടറുകൾക്ക് സമീപമാണ് ക്ഷേത്രക്കടവും നിലനിൽക്കുന്നത്. കരയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളിയാങ്കല്ല് ജലസേചന പദ്ധതിയുടെ 27 ഷട്ടറുകളിൽ യജ്ഞേശ്വരം ക്ഷേത്രക്കടവിനോട് ചേർന്നുള്ള ഒന്നാമത്തെ ഷട്ടർ തുറന്നിരുന്നില്ല. മറ്റ് 26 ഷട്ടറുകൾ തുറന്നിട്ടും ഈ ഷട്ടർ തുറന്ന് കൂടുതൽ ജലം ഒഴുക്കിക്കളയാൻ സാധിക്കാത്തത് പ്രതിഷേധത്തിന് ഇടവച്ചിരുന്നു. പുഴയുടെ മറുകരയിലുള്ള വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും പാർക്ക് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പാർശ്വഭിത്തി ഇനിയും ഇടിയുകയാണെങ്കിൽ പുനർനിർമ്മിക്കുന്നത് കൂടുതൽ ശ്രമകരമാകും. ക്ഷേത്രക്കടവിനോട് ചേർന്നുള്ള ഭാഗം ഉള്ളിലേക്ക് ഇടിഞ്ഞു കയറുന്നത് വൻ സുരക്ഷാ ഭീഷണിയും ഉണ്ടാക്കുന്നുണ്ട്. 2018 പ്രളയത്തിലും 2019 വെള്ളപ്പൊക്കത്തിലും ഇടിഞ്ഞുവീണ ഭിത്തി തകർന്ന് 6 വർഷം പിന്നിട്ടിട്ടും നന്നാക്കാൻ സാധിക്കാത്ത നിലപാടിൽ പ്രതിഷേധവും ശക്തമാണ്. CCTV ന്യൂസ്, തൃത്താല. ഒരാഴ്ചത്തെ ആശങ്കകൾക്ക് ശേഷം പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. നിബന്ധനകൾക്ക് വിധേയമായാണ് പാലം തുറന്നിരിക്കുന്നത്. പാലത്തിലൂടെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ ഇക്കഴിഞ്ഞ 30-നാണ് ഭാരതപ്പുഴ കരകവിഞ്ഞ് പട്ടാമ്പി പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറിയത്. ഇതോടെ പാലം അടച്ചിടുകയായിരുന്നു. പട്ടാമ്പി ടൗണിലേക്കും വെള്ളം കയറിയിരുന്നു. പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറിയതോടെ പാലത്തിന്റെ കൈവരികളും തകർന്നിരുന്നു. തുടർന്ന് പാലം ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ശേഷമാണ് ഓഗസ്റ്റ് 2-ന് പാലത്തിന് മുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കാൽനട യാത്രയ്ക്കായി തുറന്നുകൊടുത്തത്. എന്നാൽ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഉയരുകയുണ്ടായി. നൂറുകണക്കിന് യാത്രക്കാരാണ് പാലം അടച്ചതോടെ യാത്രാ ദുരിതം നേരിട്ടത്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ചേർന്ന യോഗത്തിൽ സുരക്ഷ ഒരുക്കി നിബന്ധനകളോടെ പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കുവാൻ തീരുമാനമായത്. തുടർന്ന് പാലം തുറന്നുകൊടുക്കുവാൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ പോലീസ് സുരക്ഷ ഒരുക്കി പാലം വാഹനയാത്രയ്ക്കായി തുറന്നുകൊടുത്തത്. ബസ്സിനും മറ്റു ചെറു വാഹനങ്ങൾക്കുമാണ് ഇപ്പോൾ പാലത്തിലൂടെ കടന്നുപോകുവാൻ അനുവാദമുള്ളൂ. ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്. കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ, ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങൾ പൂർണ്ണമായിട്ട് കൈവരി വരുന്നത് വരയ്ക്ക്, അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്ന വരയ്ക്ക് അത് ആലോചിക്കും. അപ്പൊ ഇപ്പോൾ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺ വേ ആയി ഓരോ ഭാഗവും അതുപോലെ ക്ലിയർ ചെയ്യുക. അപ്പൊ ടൗണിൽ ചിലപ്പോൾ തിരക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട് പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും. എന്തായിരുന്നാലും ഇന്ന് രാവിലെ തന്നെ നമുക്കറിയാം വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അതിരാവിലെ തന്നെ തുറക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും നിയന്ത്രണങ്ങൾ ഉണ്ടാവും. നല്ല ശ്രദ്ധിച്ച ആളുകൾക്ക് പോകണം. കാൽനട യാത്രക്കാരുണ്ടാവും. അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും രണ്ട് ഭാഗത്തും പോലീസുകാരുണ്ടാവും. ബാക്കി ക്രമീകരണങ്ങൾ ഇതിന്റെ ഒരു ട്രയൽ നോക്കിയെന്ന് വൈകുന്നേരത്തോടു കൂടി ബാക്കി ക്രമീകരണങ്ങൾ വരുത്തും. MLAയും മറ്റു ജനപ്രതിനിധികളും രാവിലെ പാലത്തിന് മുകളിൽ എത്തിയിരുന്നു. ഒരു വരിയായാണ് പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം തുടങ്ങിയതോടെ ടൗണിൽ ഗതാഗതക്കുരുക്കും തുടങ്ങി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടുകൂടി ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണം പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് കമ്മീഷൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 7-ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി 7-ാം വാർഡ് മെമ്പർ PV രജീഷും UDF സ്ഥാനാർത്ഥിയായി 2-ാം വാർഡ് മെമ്പർ വിജേഷ് കുട്ടനും മത്സരിക്കും. ആകെയുണ്ടായിരുന്ന 15 പഞ്ചായത്ത് അംഗങ്ങളിൽ 8 അംഗങ്ങൾ UDF-നും 7 അംഗങ്ങൾ LDF-നും എന്ന നിലയിലായിരുന്നു. ഇതിൽ UDF പക്ഷത്തുണ്ടായിരുന്ന 9-ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒരുമിച്ച് രാജിവെച്ചതോടെയാണ് UDF-ന് ഭരണം നഷ്ടമായത്.
പ്രസിഡന്റ് സ്ഥാനം പങ്കുവയ്ക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം UDF നേതൃത്വം സന്ധ്യയോട് ആവശ്യപ്പെടുകയും എന്നാൽ ആ തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ മെമ്പർ സ്ഥാനവും കൂടി രാജിവെക്കുകയായിരുന്നു. മെമ്പർ സ്ഥാനം രാജിവെച്ച് UDFന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി ഭരണപ്രതിസന്ധി സൃഷ്ടിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AB സന്ധ്യയെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച വരണാധികാരി സുഹാനിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കും. ബാലറ്റ് പേപ്പറിലൂടെ അംഗങ്ങൾ വോട്ട് ചെയ്യും. ഒരാൾ രാജിവെച്ചതോടെ ബാക്കിയുള്ള 14 അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക. ഇതിൽ സമനിലയിൽ തുടരുകയാണെങ്കിൽ പിന്നീട് ടോസ് ചെയ്തായിരിക്കും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക. മെമ്പർ രാജിവെച്ച 9ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പിന്നീട് പ്രഖ്യാപിക്കും. CCTV ന്യൂസ്, തൃത്താല. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകുന്ന രക്ഷിതാക്കൾക്കെതിരെ കർശന നടപടിയുമായി പട്ടാമ്പി പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനമോടിച്ച് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കുട്ടി ഡ്രൈവർമാരെ പൂട്ടിടാൻ പട്ടാമ്പി പോലീസ് രംഗത്തിറങ്ങുന്നത്. ബൈക്കും സ്കൂട്ടറുമെല്ലാം ഓടിച്ചു പോകുന്ന കുട്ടി ഡ്രൈവർമാരെ പരിശോധനയിലൂടെ പിടികൂടുകയാണ് പോലീസ് ചെയ്യുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കുവാൻ നൽകുന്ന രക്ഷിതാക്കൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി SI K മണികണ്ഠൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ പരിശോധന നടത്തി വരുന്നുണ്ട്. നിലവിൽ 25ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നതെന്നും കുട്ടികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് കോടതി മുൻപാകെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും SI സൂചിപ്പിച്ചു. പട്ടാമ്പി സ്റ്റേഷൻ പരിധിയിൽ ഒരു 2 ആഴ്ചയോളം ആയിട്ടുള്ള പട്രോളിങ്ങിനിടയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ ഡ്രൈവിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 20 അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 30,000-ഓളം രൂപയാണ് ഇതിന്റെ ഫൈനായിട്ട് വരിക. സ്വാഭാവികമായിട്ടും RC ഓണർമാരായിട്ടുള്ള രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഒരു കുട്ടികളെ സംരക്ഷകരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് കേസ് പ്രധാനമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത്തരത്തിൽ വണ്ടി ഓടിക്കുന്ന വാഹനം കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ JJB ആയിട്ട് ബന്ധപ്പെട്ട് ജുവനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഇനിയും തുടർ നടപടികൾ ഉണ്ടാവും. വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. രക്ഷിതാക്കളും ഇതുപോലെ തന്നെ രക്ഷകർത്താക്കളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾക്ക് വാഹനം കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അവരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയില്ലാത്തതോടെയും അതുപോലെ തന്നെ ട്രിപ്പിൾസുമായിട്ടാണ് മാക്സിമം വണ്ടികൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനെല്ലാം തന്നെ ഉത്തരവാദി RC ഓണറായിട്ട് ബന്ധപ്പെട്ട ആളുകളും രക്ഷകർത്താക്കളും തന്നെയാണ്. കൂടുതൽ ശക്തമായ നടപടികൾ ഇനിയും തുടർന്നും ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയിക്കാണ്. വയനാട്ടിന്റെ കണ്ണീരൊപ്പാൻ തൃത്താല ഡോക്ടർ KB മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളും പ്രകൃതിക്ഷോഭം പാർപ്പിടം നഷ്ടപ്പെടുത്തിയവരിൽ 150 കുടുംബങ്ങൾക്ക് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ പൊതു ദൗത്യത്തോട് പങ്കുചേർന്ന് വീടുകൾ പണിതു നൽകും. ഇതിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിലെ 35 വിദ്യാർത്ഥികൾ ധനസമാഹരണത്തിനായി രംഗത്തിറങ്ങിയത്. 26 പെൺകുട്ടികളും 9 ആൺകുട്ടികളും അടങ്ങുന്ന സംഘമാണ് വ്യാപാരികളിൽ നിന്നും മറ്റ് സുമനസ്സുകളിൽ നിന്നുമെല്ലാം സഹായധനം അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയത്. സ്വന്തമായി വീടില്ലാത്ത നിർധന സഹപാഠികൾക്ക് സ്നേഹ വീടുകൾ ഒരുക്കി സേവന മേഖലയിൽ പുതുമാതൃക സൃഷ്ടിച്ചു പോരുന്ന നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുക്കുന്ന ഏറ്റവും ബൃഹത്തായ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്നാകും ഇത്. ഞങ്ങൾ ഡോക്ടർ KB മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നവരാണ്. ഞങ്ങൾ JRC കുട്ടികളാണ്, വളണ്ടിയേഴ്സുകളാണ്. ഞങ്ങൾ വയനാട്ടിലേക്ക് പിരിക്കാൻ വേണ്ടി വന്നതാണ്. വയനാട്ടിൽ മക്കൾ മരിക്കുകയും വീടുകൾ നഷ്ടമാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പിരിക്കാൻ കടയിലേക്കും വീട്ടിലേക്കും ഒക്കെ ഇറങ്ങുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് സഹകരിക്കുക. നാഗലശ്ശേരി പഞ്ചായത്തിൽ 4 പശുക്കൾ പേവിഷബാധയേറ്റ് ചത്തു. ഒരാട്ടിൻകുട്ടിക്കും വിഷനായ്ക്കളുടെ കടിയേറ്റു. പ്രദേശത്ത് നാട്ടുകാർ ഭീതിയിൽ. നാഗലശ്ശേരി പഞ്ചായത്തിലെ 4ാം വാർഡിൽ ക്ഷീരകർഷകരുടെ 4 പശുക്കളാണ് വിഷനായ്ക്കളുടെ കടിയേറ്റ് ചത്തത്. ഒരു ആടും പേവിഷബാധയേറ്റ് ചത്തിട്ടുണ്ട്. നിലവിൽ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടെ. ഇവയ്ക്കിടയിൽ വിഷനായ്ക്കളുടെ സാന്നിധ്യവും കണ്ടു തുടങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ. നിരവധി തവണ തെരുവുനായ ശല്യം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ ഹസീബ് റഹ്മാൻ പറയുന്നു. തെരുവുനായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പലതവണ പഞ്ചായത്തിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തദ്ദേശ സ്വയം സഹകരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ്. ഇന്ന് അടിയന്തരമായി ഞങ്ങൾ പൊതുജനങ്ങളെല്ലാവരും കൂടി ഒരു മാസ് പെറ്റീഷനായിട്ട് മന്ത്രിക്ക് കൈമാറുന്നുണ്ട്. അടിയന്തരമായിട്ട് ഈ തെരുവുനായ്ക്കളുടെ നിയന്ത്രണം അവരെ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുന്ന വിധത്തിലുള്ളത് മാത്രമല്ല, മദ്രസയിലേക്കും അംഗൻവാടിയിലേക്കും സ്കൂളിലേക്കും നടന്നു പോകുന്ന കുട്ടികൾക്ക്
വളരെ ബുദ്ധിമുട്ടായിട്ട് നിരവധി പരാതികളാണ് എൻ്റെ പ്രദേശത്തു നിന്നുള്ള ആളുകൾ തരുന്നത്. മദ്രസ വിദ്യാർത്ഥികൾക്കും അംഗൻവാടിയിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുമെല്ലാം ഭീതിയിലാണ് കഴിയുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പേവിഷബാധ ഏറ്റ മൃഗങ്ങളെ പരിപാലിക്കുന്നവരും ശരീരങ്ങൾ മറവ് ചെയ്യുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് മുന്നറിയിപ്പ് നൽകി. ഇവയുടെ ഈ സ്രവം ആയിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മനുഷ്യനിത് ബാധിക്കുന്നതിനുള്ള സാധ്യത കൂടുതലുണ്ട്. ഈ അസുഖം ബാധിച്ച മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവയെ പരിപാലിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവയുടെ സ്രവങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് സ്പർശിക്കാത്ത തരത്തിൽ നമ്മൾ അവയെ കൈകാര്യം ചെയ്യണം. അവയെ മറവ് ചെയ്യുമ്പോഴും അത് ശാസ്ത്രീയമായിട്ട് മറവ് ചെയ്യണം. അതുപോലെ തന്നെ ഇവർ ഉടനടി ഇഞ്ചക്ഷനും എന്തായാലും നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. ഇവയുടെ സ്രവം വഴി രോഗബാധ മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതായും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം MLAയും മന്ത്രിയുമായ MB രാജേഷിന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്തും തൃത്താല നിയോജക മണ്ഡലത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് വിധേയരാകുന്ന ഒരു സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വേണം. സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവവും കാര്യക്ഷമത കുറവും പരിഹരിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. വാർഡ് മെമ്പർ അസീബ് റഹ്മാൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ്, P മാധവദാസ്, സൈദാലി ഷാഹുൽ ഹമീദ്, പ്രകാശൻ റഹ്മത്ത്, ജയ, ആശാവർക്കർ, ജ്യോതി തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. CCTV ന്യൂസ്, തൃത്താല. മുതുതല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ കൈമാറി. മുഹമ്മദ് മൂസിൻ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മുതുതല പഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകൾ നൽകുന്നത്. ഇതിന്റെ വിതരണോദ്ഘാടനം ലയൺസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. മുതുതല ബഡ്സ് സ്കൂളിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ബഡ്സ് സ്കൂളല്ല, സത്യത്തിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുറച്ച് 18 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളെ മറ്റു ബഡ്സ് സ്കൂളുകളിലൊന്നും അധികം എടുക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സിൽ കൂടുതലുള്ള ആളുകളെ എടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും അവരെ തൊഴിലിലേക്ക് എത്തിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കാനും പരാശ്രയത്തിൽ നിന്ന് സ്വയാശ്രയത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുമൊക്കെ വേണ്ടി നമ്മുടെ ഗവൺമെന്റ്, കുടുംബശ്രീയും പഞ്ചായത്തും ഒക്കെ ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. കേരളത്തിൽ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീയെ കൂടി ഇതിന്റെ ഭാഗമായി ചേർക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കാഴ്ചപ്പാടുണ്ടാകുന്നത് മാത്രമല്ല, അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ജീവിതത്തിന്റെ ഭാഗം ഒഴിഞ്ഞു വെക്കുന്നവരാണ്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. യൂണിഫോം സൗജന്യമായി തയ്ച്ചു കൊടുത്തവർക്കുള്ള അനുമോദനവും ചടങ്ങിൽ ഒരുക്കി. കോർഡിനേറ്റർ PP വിനോദ്, C മുകേഷ്, EK ബാബു, ബുഷറ സമദ്, വനജ, സജിത, ചന്ദ്രമോഹൻ, ICD സൂപ്പർവൈസർ സുബൈദ, സീരീസ് ചെയർപേഴ്സൺ ഗീത, മാളുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരത്തിന് കട്ടിളവെപ്പ് നടന്നു. ദേശമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് SB ഹമീദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയത്തങ്ങൾ കട്ടിളവെപ്പ് കർമ്മം നിർവഹിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററും നിർമ്മാണ കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് കുട്ടി മാസ്റ്റർ, വാർഡ് മെമ്പറും നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനറായ ഇബ്രാഹിം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ദുബായ് KMCC ചേലക്കര മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ, തലശ്ശേരി സെക്രട്ടറി ഇസ്മായിൽ ദേശമംഗലം, മുസ്ലിം ലീഗ് ദേശമംഗലം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി TMA കാസിം, മുസ്ലിം ലീഗ് നേതാക്കളായ TM ഹംസ മാസ്റ്റർ, PM ഷംഷാദ്, മുഹമ്മദ് ഹാജി, KA റസാഖ്, അബൂബക്കർ, സുലൈമാൻ, മണിക്കുട്ടി, KK അലി, സുഹൈൽ, സലീം പള്ളം, അൽത്താഫ് എന്നിവർ പങ്കെടുത്തു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.